നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോൾ പ്ലാസ മുതൽ കോഴിക്കോട് വരെയുള്ളതാണ്. അപ്പോൾ നമ്മളെ NH66-ൻ്റെ ടോൾ പ്ലാസയാണ് ഈ കാണുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചാലു ആയിട്ടൊന്നുമില്ല. ഇപ്പോൾ എല്ലാ വണ്ടികളിലും നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കടത്തി വിടുന്നുണ്ട്. ഇവിടെ ചാലു ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്കറിയാൻ പറ്റും. എന്തായാലും നല്ലൊരു രസകരമായിട്ട് തന്നെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്നാണ്ട് വിട്ട് കഴിഞ്ഞാൽ ദുബായിലേക്ക് കടക്കുന്ന ആ ഒരു ഫീലാണ്. കോഴിക്കോട് എത്തുന്നവരെ എന്തൊരു രസകരമായ റോഡും അതുപോലെ എന്തൊരു ഭംഗിയാണെന്നറിയും. നമുക്കിതിൻ്റെ മുന്നത്തെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ കിടക്കുന്നുണ്ട്, നിങ്ങൾ കയറി കാണാം. നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളതിൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കുറ്റിപ്പുറം അതുപോലെ നമുക്ക് പൊന്നാനി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നമ്മളെ ചാനലിൽ കയറിയാലും നിങ്ങൾക്ക് കാണാം. പിന്നെ എന്താ നോക്കിയേ, അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ റോഡിലുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇത്. അപ്പോൾ എന്തായാലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർച്ചയായിട്ട് നമ്മളെ ചാനൽ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള നല്ല വീഡിയോകൾ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് പല സ്ഥലങ്ങളിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ബോർഡുകൾ കാണാൻ പറ്റും. അപ്പോൾ ആ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ നമ്മൾ എപ്പോഴും നമ്മൾ യാത്ര ചെയ്യേണ്ടതെന്ന് ലെഫ്റ്റിനോട് അടുപ്പിച്ച് പിടിക്കുക. അതുപോലെ ഇപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ട്രാക്കിൽ പറഞ്ഞാൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ മാത്രം യൂസ് ചെയ്യാം. അതുപോലെ ഇൻഡിക്കേഷൻ ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ യാത്ര ചെയ്യുക. സെൻറ്ററിൽ കൂടെ എപ്പോഴും യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് എക്സിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ യെല്ലോ ലൈന് കാണുന്നില്ലേ, അവിടെ അത് ലൈനല്ല സോറി, അതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റും അതുപോലെ എൻട്രി ചെയ്യാനും അതിൽ കൂടെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഹൈവേത്തെ ചില നിയമങ്ങൾ. പിന്നെ അത് സ്പീഡ് ലിമിറ്റിൻ്റെ ഒക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷന് നമുക്ക് വന്നിട്ടില്ല. ഇപ്പോൾ നിലപാടിൽ 50, 60 അങ്ങനെ ഉള്ളതേ ഉള്ളൂ. മുന്നേ 80 ഉണ്ടായിരുന്നു, അതിപ്പോൾ വീണ്ടും അവർ കുറച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ വർക്ക് കഴിയാത്ത ചില ഏരിയകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും അതൊക്കെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. പിന്നെ അതുപോലെ ഈ ബൈക്ക് അതുപോലെ ഓട്ടോറിക്ഷ ഇതിനൊന്നും നമുക്ക് ഹൈവേയിൽ യാത്ര ചെയ്യാൻ പാടില്ല. അവർക്കൊക്കെ പോക്കറ്റ് റോട്ടിൽ കൂടെയാണ് ശരിക്കും പോകാൻ പാടുള്ളൂ. ഇപ്പോൾ പല ആൾക്കാരും ബൈക്കൊക്കെ ഇഷ്ടം പോലെ ഇതിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്തായാലും നമ്മളെ ഈ റോഡിനെ കുറിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അത്യാവശ്യം നല്ല സുഖകരമായ യാത്രയാണ്. നമുക്ക് 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ യാത്ര ചെയ്യേണ്ട സാധനം നമുക്ക് 1.5 മണിക്കൂർ കൊണ്ടൊക്കെ എത്താൻ പറ്റും. അത്രത്തോളം വേഗത്തിൽ ചങ്ങാതിയുമായി കാതിരിച്ചിരുന്ന കാലങ്ങളെ കാത്തിരുത്തിനെ മറക്കാൻ പോതോയ പുത്തശരംഗത്തിൻ വാസ്തവത്തിൽ നടക്കും യാത്ര എല്ലാവർക്കും ഇഷ്ടം വരും. നല്ലൊരു യാത്ര എപ്പോഴും അടുക്കം കൂട്ടും നിനക്കുമായി. താഴേക്കിടുന്ന താടിമുട്ടുകൾ കുറുകിടുന്ന മുടിവിളക്കുകൾ ആരാധകർക്കായി
നമുക്ക് സിഗ്നലിൻ്റെ ഇതൊക്കെ ഇതിനെ കാണിച്ചിട്ടുണ്ടാവും. ഇതിൽ സൈഡിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും വണ്ടികൾ, ബൈക്ക്, അങ്ങനെ ഓട്ടോറിക്ഷകളൊന്നും, ട്രാക്ടർ ഒന്നും പോകാൻ പാടില്ല. ചെറുവണ്ടികളൊന്നും ശരിക്കും പോകാൻ പാടില്ല. നമുക്ക് എക്സിറ്റ്, എൻ്റർ, പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വണ്ടികൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ശരിക്കും പാർക്ക് ചെയ്യാൻ തന്നെ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം. പിന്നെ സ്പീഡ് ലിമിറ്റ് എല്ലാം ഇവർ ക്ലിയറാക്കി ചെയ്തിട്ട് തന്നെ ഉണ്ട്. ഇപ്പോൾ ചില സ്ഥലങ്ങളിലുണ്ടല്ലോ ബ്രേക്കൊക്കെ ചവിട്ടിയിട്ടുള്ള പാടുകളൊക്കെ ഉണ്ടല്ലോ. അതുപോലെ നമുക്ക് സ്പീഡ് ലിമിറ്റിൻ്റെ ബോർഡുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കണ്ടു. മധുരം നിറയുന്ന ഒരു യാത്ര. എന്നോടൊരു കാര്യം പറയണം. എന്റെ കൂർത്തമായ പല്ലുകൾ വെളുത്തു നിൽക്കുന്നിടത്തോളം നീ സുഖമായി എന്നെ നോക്കി. എന്റെ കൈ പിടിച്ചിരിക്കുന്നു. അത് പുളളി മണ്ണാണ്. എന്നാലും ഞാൻ എൻ്റെ ആത്മാവ് വിറ്റു. ഞാൻ എത്ര ദൂരം പോകണം? എത്ര ദൂരം ഞാൻ പോവണം? അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോവുക, എന്നെ കൊണ്ടുപോകൂ. എനിക്ക് എന്നോട് തന്നെ ചേർന്ന് വരിക എൻ്റെ സ്വന്തം, എൻ്റെ സ്വന്തം. കുറ്റിപ്പുറവും കോഴിക്കാരും കാറുണ്ട സെന്റൊരു ദൃശ്യം എന്നല്ലോ നാം പറയുന്ന. നമ്മൾക്ക് റോട്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ലെഫ്റ്റ് സൈഡ് അടുപ്പിച്ച് പിടിക്കുക. അതുപോലെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സെൻറ്ററിൽ പിടിച്ച് യാത്ര ചെയ്യാം. അതുപോലെ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ വലതുവശത്തു കൂടെ ഓവർടേക്ക് ചെയ്യുക. ഒരിക്കലും ഇടതുവശത്തു കൂടെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക നല്ലത്. ഭയങ്കര അപകടം പിടിച്ച പരിപാടിയാണ്. അതുപോലെ എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഈ അരിഭാഗം പിടിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റിൻ്റെ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എൻ്റർ ചെയ്യാനും നമുക്ക് ഇങ്ങനെ വന്ന് കയറി എൻ്റർ ചെയ്ത് നേരെ സെൻറ്ററിൽ നമ്മൾ പോവാം. 3 ലൈനാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുകയാണെന്ന് നമുക്ക് കുറേ ഒന്നും കൂടി സേഫാണ്. അപ്പോൾ നമ്മൾ കോഴിക്കോട് വരെയുള്ള യാത്രയായിരുന്നു. അപ്പോൾ കോഴിക്കോട് പോകുന്നതിൽ നമ്മൾ മൈത്ര ഹോസ്പിറ്റലിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറണം. അപ്പോൾ ഇവിടെ ഒന്ന് കയറിയിട്ട് നമുക്ക് പോവാണ്ട് കാരണം നമ്മൾ ഈ വഴി ഒന്ന് കട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഞാൻ ഈ ഭാഗം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.
അപ്പോൾ ഇതിലിങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇവിടെ 2 ലൈനാണ് കാണിക്കുക. ഈ 2 ലൈനിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. അതുപോലെ നമ്മൾ ഈ എക്സിറ്റ് എന്നുള്ള ബോർഡിൻ്റെ ആയിക്കൂടെ നമ്മൾ മെയിൻ ഹൈവേയിലേക്ക് കയറരുത്. അത് എൻട്രിങ് ചെയ്യണ അത് തന്നെ. അത് ഈ റോഡ് നമ്മൾ നേരെ വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലാണ്ട് എക്സിറ്റ് വഴി കയറാൻ നിന്ന് കഴിഞ്ഞാൽ അപകടം കൂടുതലാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. പിന്നെ പിഴ ചുമത്താൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് മുതൽ നിങ്ങൾക്ക് നല്ല പിഴയും കിട്ടും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഇവിടെ നിങ്ങളുള്ള ബാക്കി വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ. ബൈ.